നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 35ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലഞ്ച് നമ്പർ 35 ആണ്. ഇതിനു മുന്നേ ഉള്ള എല്ലാ ചലഞ്ചുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ചലഞ്ചുകൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കുകൾ ഇൻക്രീസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. ഞാൻ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അവസാനം ഞാൻ പറയുന്ന ആൻസറുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്? അഗ്രികൾച്ചർ ആണോ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണോ, ആനിമൽ ഹസ്ബൻഡറി ആണോ, മാരേജ് ആൻഡ് ഡിവോഴ്സ് ആണോ? ഓക്കെ, അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? 8 ഫെബ്രുവരി 2015 ആണോ, 1 ജനുവരി 2015 ആണോ, 15 മാർച്ച് 2014 ആണോ, 1 ജനുവരി 2014 ആണോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഏത്? കേരളയാണോ, തമിഴ്നാടാണോ, ഗുജറാത്താണോ, മഹാരാഷ്ട്രയാണോ? അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പ്രിയാമ്പിളിനെ കീ നോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ANS ബാർക്കർ ആണോ, NA പഖീവാലയാണോ, താക്കൂർദാസ് ഭാർഗവാണോ, KM മുൻഷിയാണോ? അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലണ്ടനിലുള്ള ബിഗ് ബെൻ ടവർ അതിൻ്റെ പേര് ഈ അടുത്തിടയ്ക്ക് മാറ്റുകയുണ്ടായി. അടുത്തിടയ്ക്ക് എന്ന് പറഞ്ഞാൽ 2012 മാറ്റുകയുണ്ടായി. അതിൻ്റെ പുതിയ പേര് എന്ത്? വിക്ടോറിയ ടവർ എന്നാണോ, എലിസബത്ത് ടവർ എന്നാണോ, ലണ്ടൻ ടവർ എന്നാണോ, ക്യൂൻ മേരി ടവർ എന്നാണോ? അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 100% ഓർഗാനിക് ഫാമിംഗ് നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് UN-ന്റെ ഒരു പ്രത്യേക അവാർഡ് എന്ന് പറഞ്ഞാൽ UN ഫ്യൂച്ചർ പോളിസി അവാർഡ് 2018 ലഭിക്കുകയുണ്ടായി. ഏതാണ് ആ സംസ്ഥാനം? മിസോറാം ആണോ, ഹിമാചൽ പ്രദേശ് ആണോ, സിക്കിം ആണോ, കേരളയാണോ? അടുത്ത നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആര്? ജെയിംസ് ഗോസ്ലിംഗ് ആണോ, റിച്ചാർഡ് സ്റ്റാൾമാൻ ആണോ, ബിൽ ഗേറ്റ്സ് ആണോ, ലാരി പേജ് ആണോ? ഇതിൽ ആരാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്? അടുത്ത നമുക്ക് എട്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അരിത്തമാറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ടതുള്ളതാണ്. ഒരു സീരീസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സീരീസിലെ 10ാം പദം 10th ടേം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ചോദ്യം. 32, 57, 82 ഇതിങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഏത് ടേമാണ് 10ാമത് വരിക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെയിംസ് പാസ്റ്റ് ഡാഷ് ഹിസ് ഓൾഡ് സ്കൂൾ ടുഡേ മോർണിംഗ്. ഓക്കെ, പാസ്റ്റ് ഓൺ ആണോ, പാസ്റ്റ് ഔട്ട് ആണോ, പാസ്റ്റ് എവേ ആണോ, പാസ്റ്റ് ബൈ ആണോ? ഇവയിൽ ഏതാണ് ശരിയായ ഓപ്ഷൻ എന്ന് നോട്ട് ചെയ്ത് എഴുതുക. അടുത്ത 10ാമത്തതും മലയാളത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായൊരു ക്വസ്റ്റ്യൻ ആണ്. ജാസ്മിൻ ഡെയ്സ് എന്ന് പറയുന്ന മലയാളം നോവലിൻ്റെ കർത്താവ് ആര്? ഷഹനാസ് ഹബീബാണോ, ബെന്യാമിൻ ആണോ, സന്തോഷ് എച്ചിക്കാനമാണോ, S കലേഷ് ആണോ? ഇവരിൽ ആരാണ് ജാസ്മിൻ ഡെയ്സ് എന്ന് പറയുന്ന മലയാളം നോവലിൻ്റെ രചയിതാവ്? അപ്പോൾ നമുക്ക് 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളുടെ ആൻസറുകൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുമായി കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ അവ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് കൂടുതലായാലും കുറവായാലും ഒന്നും പ്രശ്നമല്ല, അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്ന 4 സബ്ജക്റ്റിൽ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് മാരേജ് ആൻഡ് ഡിവോഴ്സ് ആണ്. ഏതാണ്? മാരേജ് ആൻഡ് ഡിവോഴ്സ് ആണ്. അപ്പം മാരേജ് ആൻഡ് ഡിവോഴ്സ് ഏതിലായിരിക്കും വരിക? അത് വരുന്നതെന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഏത് വരുന്നത്? മാരേജ് ആൻഡ് ഡിവോഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെ വരും, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ വരും, കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെ വരും എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ സെൻറ്ററുമായി അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് ഈ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ ലിസ്റ്റ്, ഈ നമ്മുടെ 3 ലിസ്റ്റുകളിൽ ഏറ്റവും വലിയ ലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂണിയൻ ലിസ്റ്റിലാണ്.
അതിൽ 95-ലധികം സബ്ജക്റ്റുകൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റാണ് ഞാൻ അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഇതിലും ഒരുപാട് കൂടുതലുണ്ട്, എങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് കാര്യങ്ങൾ. ഡിഫൻസ് ഉണ്ട്, ഫോറിൻ അഫയേഴ്സ് ഉണ്ട്, റെയിൽവേ ഉണ്ട്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഉണ്ട്, സെൻസസ് ഉണ്ട്, എലക്ഷൻ ഉണ്ട്, അതെല്ലാം ഇൻഷുറൻസ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, നാഷണൽ ഹൈവേസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഞാനിത് ഈ ഫുള്ള് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയെങ്കിലും കാണാതെ പഠിക്കുക. ഇത്രയും അല്ല ഉള്ളത്, ഇതിലും ഒരുപാട് കൂടുതലുണ്ട് മെയിൻ ടോപ്പിക്ക്, എങ്കിലും ഇതെങ്കിലും കവർ ചെയ്ത് വെക്കുക. ആ ഡിഫൻസും ഫോറിൻ അഫയേഴ്സും ബാങ്കിങ്ങും ഇൻഷുറൻസും നാഷണൽ ഹൈവേയും എലക്ഷനും സെൻസസും ഒക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ച കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, അതിനകത്ത് അഗ്രികൾച്ചർ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉണ്ട്, പോലീസ് ഉണ്ട്, സ്റ്റേറ്റ് കോർട്ട് ഫീസ് ഉണ്ട്, പ്രിസൺ ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്, ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്. അതെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും ഒക്കെ ഒരുപോലെ വേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ക്രിമിനൽ ലോ ഉണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട്, മാരേജ് ആൻഡ് ഡിവോഴ്സ് ഉണ്ട്, സിവിൽ പ്രൊസീജിയർ ഉണ്ട്, പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി പ്ലാനിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. നിങ്ങളത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, മാരേജ് ആൻഡ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളതാണ്. ആ ബാക്കി പറഞ്ഞ 3 ഓപ്ഷനും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്. നീതി ആയോഗ് നിലവിൽ വന്നത് 1 ജനുവരി 2015 എന്നാണ്. 1 ജനുവരി 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ആദ്യ മീറ്റിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ അധ്യക്ഷനിലാണ് ചേർന്നത്. അതാണ് നമ്മുടെ ഓപ്ഷൻ നമ്പർ എ ആയി കൊടുത്തിരിക്കുന്ന 8 ഫെബ്രുവരി 2015. അപ്പം നീതി ആയോഗിന്റെ ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 8 ഫെബ്രുവരി 2015. ഇനി നീതി ആയോഗിനകത്ത് നീതിയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ നീതി ആയോഗ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ 1950 മാർച്ച് 15 സ്ഥാപിച്ച ഒരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ആ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്താണ് എന്ത് വരുന്നത്? നീതി ആയോഗ് വരുന്നത്. ഇനിയിപ്പം നീതി ആയോഗിന്റെ പ്രസന്റ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ഇനി നമ്മുടെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഇപ്പോഴത്തെ ആരാണെന്ന് നോക്കുക, ഡോക്ടർ രാജീവ് കുമാറാണ്. ആരാണ്? ഡോക്ടർ രാജീവ് കുമാറാണ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ അത് അമിതാഭ് കാന്ത് ആണ്. ആരാണ്? അമിതാഭ് കാന്ത്. അപ്പോൾ അത്രയും ഇൻഫർമേഷനുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഗുജറാത്താണ്. 15-ലധികം ഓപ്പറേഷണൽ ആയിട്ടുള്ള 15-ലധികം എയർപോർട്ടുകൾ എവിടെയുണ്ട്? ഗുജറാത്തിലുണ്ട്. പക്ഷേ അതിനകത്ത് 9 എയർപോർട്ടിന് മാത്രമേ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി ഉള്ളത്. 9 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഡിഫൻസ് പർപ്പസിനായിട്ടുള്ളതുണ്ട്, അല്ലാതെ പ്രൈവറ്റ് എയർപോർട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് എയർപോർട്ടുകൾ ഗുജറാത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. പക്ഷേ വേറെ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്, പിന്നെ തമിഴ്നാടുമുണ്ട്. ഓക്കെ, കേരളത്തിൽ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ്? തിരുവനന്തപുരമുണ്ട്, കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് നമുക്കുള്ളത്. അതേപോലെ തമിഴ്നാടിനും 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. ചെന്നൈയുണ്ട്, കോയമ്പത്തൂരുണ്ട്, മധുരയുണ്ട്, തിരുച്ചിറപ്പള്ളിയുണ്ട്. ഈ 4 ഇന്റർനാഷണൽ എയർപോർട്ട് ആർക്കുമുണ്ട്? തമിഴ്നാടിനുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളവും പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമാണ്. ഓക്കെ, ഇനിയിപ്പം വളരെ ഇമ്പോർട്ടൻറ്റും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുമായ ഒരു ചോദ്യം, ഇന്ത്യയിലെ 100ാമത്തെ ഓപ്പറേഷണൽ എയർപോർട്ട് ഏതാണ്? പ്രവർത്തന സജ്ജമായ ഇന്ത്യയുടെ 100ാമത്തെ എയർപോർട്ട്. ഓക്കെ, അത് സിക്കിമിലെ പാക്യോങ് ആണ്. ഏതാണ്? സിക്കിമിലെ പാക്യോങ് ആണ് ഇന്ത്യയിലെ പ്രവർത്തന സജ്ജമായ 100ാമത്തെ എയർപോർട്ട് എന്ന് പറയുന്നത്. സിക്കിമിന്റെ ആദ്യ എയർപോർട്ടുമാണിത്. ഏതാണ്? സിക്കിമിന്റെ ആദ്യ എയർപോർട്ടുമാണ്. സിക്കിമിലെ ആദ്യ എയർപോർട്ടും ഇന്ത്യയിലെ ഓപ്പറേഷണൽ ആയിട്ടുള്ള 100ാമത്തെ എയർപോർട്ടും അതേതാണ്?
സിക്കിമിലെ പാക്യോങ് ആണ്. അത് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന 5ാമത്തെ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാലും ഈ സെയിം എയർപോർട്ട് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ഏറ്റവും വലിയ പൊക്കത്തിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് കൊമേഴ്ഷ്യൽ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേ എയർപോർട്ടാണ്. ലേ എയർപോർട്ടിന്റെ മറ്റൊരു പേരാണ് കുഷോക്ക് ബഖൂല റിംപോച്ചെ എയർപോർട്ട്. എന്താണ്? കുഷോക്ക് ബഖൂല റിംപോച്ചെ എയർപോർട്ടാണ്. അത് നമ്മുടെ ലേ, ജമ്മു കാശ്മീരിലെ ലേ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ എയർപോർട്ട് ഉള്ളത്. ഓക്കെ, ഇനി എയർപോർട്ട് വിടുക, വെറും പോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോർട്ടുള്ള സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ പോർട്ടുള്ള ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, അടുത്ത നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തെ പ്രിയാമ്പിളിനെ കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി കുറച്ച് വേറെ വിശേഷണങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഓക്കെ, പ്രിയാമ്പിളിനെ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് KM മുൻഷി വിശേഷിപ്പിച്ചു. സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചു. താക്കൂർദാസ് ഭാർഗവ് ഒരു കാര്യം കൂടെ വിശേഷിപ്പിച്ചു, കീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താണ്? കീ നോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, തിരിഞ്ഞു പോകരുത്. കീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ആണ്. സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചതും താക്കൂർദാസ് ആണ്. ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് NA പഖിവാലയാണ്. ആരാണ്? NA പഖിവാലയാണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഇൻഡിപെൻഡൻസുമായി റിസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന M ഹിദായത്തുള്ളയാണ്. ആരാണ്? M ഹിദായത്തുള്ള. ഓക്കെ, ഇനിയിപ്പം പ്രിയാമ്പിള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള കുറച്ച് കേസ് നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു 3 കേസിന്റെ വിവരങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ബെറുബറി യൂണിയൻ കേസ് 1960 കൊടുത്തപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞു ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 1973 കേശവാനന്ദ ഭാരതി കേസ് വന്നു. ആ കേസ് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം തന്നെയാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു. LICയുമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു 1995. അപ്പോൾ അത് ഉറപ്പിച്ച് പറഞ്ഞ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തീർത്ത് പറഞ്ഞു. അപ്പം ആദ്യം അല്ല എന്ന് പറഞ്ഞത് 1960 ബെറുബറി യൂണിയൻ കേസ്, പിന്നെ ആണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലുമാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ചോദിക്കാം. അടുത്ത നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ബിഗ് ബെൻ ടവറിന്റെ പുതിയ പേര്. അത് എലിസബത്ത് ടവർ എന്നാണ് ബിഗ് ബെൻ ടവറിന്റെ പുതിയ പേര്. നമ്മളുടെ ഇതിന്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ബിഗ് ബെൻ ടവറിനകത്ത് ഇപ്പോൾ നമ്മളുടെ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. 2016 ഡിസംബറോട് കൂടി അത് ഷട്ട് ഡൗൺ അല്ല, അത് റെനോവേഷന് വേണ്ടി താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് 2020 കൂടി പ്രവർത്തന സജ്ജം ആകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 2012 ഇതിന്റെ പേര് നമ്മുടെ ബിഗ് ബെൻ എന്ന പേര് മാറ്റി എലിസബത്ത് ടവർ എന്നാക്കിയത്. അത് ആക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. നമ്മളുടെ എലിസബത്ത് സെക്കൻഡിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷത്തോട് ബേസ് ചെയ്തായിരുന്നു. 60 വയസ്സായി എലിസബത്ത് സെക്കൻഡിന് 60 വയസ്സായതുമായി ബന്ധപ്പെട്ടാണ് ബിഗ് ബെൻ ടവറിന്റെ പേര് എന്താക്കി മാറ്റിയത്? എലിസബത്ത് ടവർ എന്നാക്കി മാറ്റിയത്. ഓക്കെ, നമ്മൾക്ക് ലണ്ടനിലൂടെ പോവുകയാണെങ്കിൽ ഈ ബിഗ് ബെൻ ടവർ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ലണ്ടൻ ടവർ എന്ന് പറയുന്നത് പോലെ അവിടെ ഒരു ടവർ ബ്രിഡ്ജും ഉണ്ട്, അതേപോലെ ലണ്ടൻ ബ്രിഡ്ജും അവിടെ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും 2 ബ്രിഡ്ജുകളാണ്. പിന്നെ ലണ്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതിന്റെ തീരത്താണ്? തേംസ് നദിയുടെ തീരത്താണ് ഏതുള്ളത്? ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം എന്തായിരുന്നു? നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ചെയ്തതിന്റെ 100% ഓർഗാനിക് ഫാമിംഗ് ചെയ്തതിന്റെ പേരിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് UN ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. UN ഫ്യൂച്ചർ പോളിസി അവാർഡ് എന്നാണ് അവാർഡിന്റെ പേര്. അത് കിട്ടിയ സംസ്ഥാനം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് സിക്കിമാണ്. ഓക്കെ, സിക്കിമിനാണ് കിട്ടിയത്. സിക്കിം ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് 2016 ഈ അവാർഡ് കിട്ടിയത് UN ഈ അവാർഡ് കിട്ടിയത് 2018 ഇതിന് ഭയങ്കര മറ്റൊരു പ്രത്യേകത ഉണ്ട്. 51 നോമിനേഷൻ ഉണ്ടായിരുന്നു. 25 രാജ്യങ്ങളിൽ നിന്നും 51 നോമിനേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സിക്കിം ഈ അവാർഡ് കരസ്ഥമാക്കിയത്. അടുത്ത 7ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ പിതാവാര്? റിച്ചാർഡ് സ്റ്റാൾമാനാണ്. ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാനാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് സ്റ്റാൾമാനാണ്. ഇനി ജെയിംസ് ഗോസ്ലിംഗ് എന്ന് പറയുന്നത് ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫൗണ്ടറാണ്. ഏതെന്ന് പറയുന്നത് ജെയിംസ് ഗോസ്ലിംഗ് എന്ന് പറയുന്നത്. ബിൽഗേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന്റെ ഫൗണ്ടറാണ്. ആരെന്ന് പറയുന്നത്? ബിൽഗേറ്റ്സ് എന്ന് പറയുന്നത്. ലാരി പേജ്
ഗൂഗിളിൻ്റെയാണ്. ഗൂഗിളിൻ്റെ ഒരാളും കൊണ്ടുണ്ട്, ആരാണ്? സെർജി ബ്രിന്നും കൂടെ ഉണ്ട്. ഓക്കെ, സെർജി ബ്രിന്നും ലാരി പേജും കൂടെ ചേർത്തിട്ടാണ് ഗൂഗിൾ സ്ഥാപിച്ചത്. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10th ടേം കണ്ടുപിടിക്കാനുള്ള അരിത്തമാറ്റിക് പ്രോഗ്രഷനകത്ത് 10th ടേം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഫോമുല അറിഞ്ഞിരിക്കണം. ആ സീരീസ് ഒന്ന് നോക്കുക, 32, 57, 82. ഓക്കെ, അങ്ങനെ 10ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനത് ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 32, 57, 82 ഇതിൻ്റെ 10th ടേം കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ 10th ടേം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് a + n - 1 × d. അതിനകത്ത് a എന്ന് പറയുന്നത് ആദ്യ ടേമിനെയും n എന്ന് പറയുന്നത് നമുക്ക് എത്രാമത്തെ ടേമാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെയും, d എന്ന് പറയുന്നത് അതിനകത്ത് ആ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ആ അടുത്തടുത്തുള്ള 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് d, ഡിഫറൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന കേസിൽ a എന്ന് പറയുന്നത് 32, ആദ്യ ടേം എന്താണ്? 32 ആണ്. n എന്ന് പറയുന്നത് നമുക്ക് എത്രാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്? 10ാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 10 ആണ് n എന്ന് പറയുന്നത്, -1. ഇനി d എന്ന് പറയുന്നത് ഈ 57ഉം 32ഉം തമ്മിലുള്ള ഡിഫറൻസ്, അത് 25 ആണ്. ഓക്കെ, അപ്പം നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 257 എന്ന് പറഞ്ഞ് കിട്ടും. ആൻസർ എത്രയാണ്? 257. ഓപ്ഷൻ നമ്പർ സി ആണ് ആൻസർ. ഇനി അതിന്റെ തൊട്ട് വലത് സൈഡിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് a + n - 1 × d എന്ന് പറയുന്നത്. എന്നാൽ സം ഓഫ് n ടേംസ്, ഓക്കെ, ഇപ്പൊ 10 നമ്പറുകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ വേറെയാണ്. ആ ഇക്വേഷനാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. n/2 × 2a + n - 1 × d. ഇതാണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? n/2 × 2a + n - 1 × d. ആ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഈ 10 ടേമുകളുടെയും സമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 2 ഇക്വേഷനും അരിത്തമാറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഓക്കെ, അരിത്തമാറ്റിക് പ്രോഗ്രഷന്റെ nth ടേം കണ്ടുപിടിക്കുന്നതും nth ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കുന്നതായിട്ടുള്ള ഇക്വേഷനാണ് ഈ 2 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജെയിംസ് പാസ്റ്റ് ഡാഷ് ഹിസ് ഓൾഡ് സ്കൂൾ ടുഡേ മോർണിംഗ്. ജെയിംസ് അവന്റെ പഴയ സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ ഇന്ന് പോയെന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഈ പാസ്റ്റ് ഓൺ എന്നാണെങ്കിൽ പാസ്റ്റ് ഓണിന്റെ മീനിങ് എന്താ? പാസ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത് പാസ് ഓൺ ചെയ്യാൻ പറഞ്ഞ എന്താണ്? ഹാൻഡ് ഓവർ ചെയ്ത് പോവുക. ഓക്കെ, മറ്റൊരാൾക്ക് കൊടുത്ത് പോവുക, കൈമാറി പോവുക, അതാണ് എന്ന് പറയുന്നത് പാസ് ഓൺ ചെയ്ത്. അപ്പോൾ പാസ് ഓൺ വരുമോ? ഇല്ല. പാസ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്. ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു പോലീസ് ഫോഴ്സിനെ ഒരു റിക്രൂട്ട് ചെയ്തതിന് ശേഷം അവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പാസ് ഔട്ട് പരേഡ് നടത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പാസിംഗ് ഔട്ട് വരുമോ? പാസിംഗ് ഔട്ടും വരില്ല. ഇനി പാസ്റ്റ് അവേ, അത് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. പാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? മരണപ്പെട്ടു പോകുക. അല്ലെങ്കിൽ പാസ്റ്റ് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മരണപ്പെട്ടു പോകുക എന്നാണ്. അപ്പോൾ അതും വരില്ല. പിന്നെ വരുന്ന ഏതാണ്? പാസ്റ്റ് ബൈ ആണ്. പാസ്റ്റ് ബൈ ഹിസ് ഓൾഡ് സ്കൂൾ ടുഡേ മോർണിംഗ്. ഓക്കെ, ജെയിംസ് അവന്റെ പഴയ സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ ഇന്ന് പോയി എന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ ബൈ ആണ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ്? ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന മലയാളം നോവൽ എഴുതിയതാര്? അത് ബെന്യാമിനാണ് ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന മലയാളം നോവൽ എഴുതിയത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ നമ്പർ എ ആയിട്ട് കൊടുത്തേക്കുന്ന ഷെഹനാസ് ഹബീബാണ്. ഷെഹനാസ് ഹബീബാണ് ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന മലയാളം നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻ നമ്പർ സി ആയിട്ട് കൊടുത്തേക്കുന്ന സന്തോഷ് ചെച്ചിക്കാനം ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സന്തോഷ് ചെച്ചിക്കാനമാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മളുടെ ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആടുജീവിതം. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ ഒരു കൃതിയാണ്. ഈ ജാസ്മിൻ ഡേയ്സിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ജാസ്മിൻ ഡേയ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് സമീറ പാർവീൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി യുവതി മിഡിൽ ഈസ്റ്റിലെ ഏതോ ഒരു രാജ്യത്ത് ജോലി ചെയ്ത് റേഡിയോ ജോക്കിയായിട്ട് ജോലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് ഈ അടുത്തിടയ്ക്ക് JCB ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡ് കിട്ടി. ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് JCB ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഒരു അവാർഡും ജാസ്മിൻ ഡേയ്സിന് കിട്ടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 35 അറ്റൻഡ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.